നമസ്കാരം. അറബി ദിസ് വീക്കിന്റെ ഏറ്റവും പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ദിവസവും ആയിരക്കണക്കിന് ആളുകളാണ് യുഎഇയിൽ തൊഴിലന്വേഷിച്ച് എത്താറുള്ളത്. ഇത്തരത്തിൽ തൊഴിലന്വേഷിച്ച് എത്തുന്ന ആളുകളുടെ മുന്നിലെത്തുന്ന പുതിയ പരസ്യമാണ് ഫ്രീലാൻസ് വിസ തരാം, ഫ്രീ വിസ തരാം എന്നിങ്ങനെ. എന്താണ് ഫ്രീലാൻസ് വിസ? എന്താണ് ഫ്രീ വിസ? ഇങ്ങനെയുള്ള ഒരു വിസ യുഎഇയിൽ നിലവിലുണ്ടോ? അറിയാം. ഓരോ ദിവസവും ആയിരക്കണക്കിന് ആളുകളാണ് തൊഴിലന്വേഷിച്ച് യുഎഇയിലെത്തുന്നത്. എന്തെങ്കിലും ഒരു ജോലി തരപ്പെടുത്തി ജീവിതം പച്ചപിടിപ്പിക്കാമെന്ന് കരുതുന്ന ആയിരങ്ങൾ. പരിചയക്കാരുടെ മുറികളിൽ ചെക്കേറി ഒരു സിവിയും ഉണ്ടാക്കി കമ്പനികളിൽ ജോലിക്കായി കയറിയിറങ്ങുന്നവർ. വിസിറ്റ് വിസയുടെ ദിവസങ്ങൾ എരിഞ്ഞു തീരുന്നത് നെഞ്ചിടിപ്പോടെ എണ്ണി മുന്നോട്ടു പോകുന്നവർ. ഇപ്പോൾ ഇത്തരക്കാരെ തേടി ഒരു പരസ്യം ചുറ്റിനും നിറയുകയാണ് യുഎഇയിൽ. ഫ്രീലാൻസ് വിസ തരാം, ഒരു ഫ്രീ വിസ തരാം എന്നിങ്ങനെ ഓമനപ്പേരിട്ടാണ് ഓരോരുത്തരുടെയും മുന്നിൽ ഈ പരസ്യങ്ങൾ എത്തുന്നത്. വിസയുണ്ടെങ്കിൽ വർക്ക് പെർമിറ്റ് തരാം, ഇങ്ങനെ ജോലിക്ക് ആളെ എടുക്കാം എന്ന് പറഞ്ഞ് കമ്പനികൾ മുന്നിലെത്തുമ്പോൾ തൊഴിലന്വേഷിച്ചെത്തുന്ന ആളുകൾ ഒന്നും നോക്കില്ല. വിസിറ്റ് വിസ പുതുക്കിക്കളയുന്ന പണം ഈ പരസ്യത്തിൽ കാണുന്ന സ്ഥാപനത്തിന് നൽകി ഒരു വിസ സംഘടിപ്പിക്കാമെന്ന് ഉറപ്പിക്കുന്നു. കയ്യിലുള്ള പണം ഈ സ്ഥാപനങ്ങൾക്ക് നൽകുന്നു. ഇത് എത്രത്തോളം വിശ്വാസയോഗ്യമായ സംഗതിയാണ് എന്നതാണ് പരിശോധിക്കുന്നത്. ഇങ്ങനെ പണം നൽകി വിസ വാങ്ങിയാൽ നാളെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതാണ് ആദ്യം പരിശോധിക്കേണ്ടത്. അതോടൊപ്പം ഇവർ പറയുന്നത് പോലെ ഇത് ഫ്രീലാൻസ് വിസയാണോ? ഫ്രീലാൻസ് വിസ അഥവാ ഫ്രീ വിസ എന്നൊരു കോൺസെപ്റ്റ് ഇവിടെ ഇല്ല. ഒരു ഗവൺമെൻറ് അതോറിറ്റീസും അങ്ങനത്തെ ഒരു വിസ ഇഷ്യൂ ചെയ്യുന്നില്ല. ഇപ്പോൾ കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് പുതുതായിട്ട് തുടങ്ങിയിരിക്കുന്ന കമ്പനികൾ ഓഫർ ചെയ്യുന്നൊരു ബിസിനസ്സാണ് യു ക്യാൻ ഹാവ് ഒരു റെസിഡൻസ് വിസ 5,000 6,000 ദിർഹംസിനൊക്കെ നിങ്ങൾക്ക് വിസ കിട്ടുമെന്ന് ഈ പുതിയ കമ്പനികളിലുള്ള ഒരു അഡ്വർടൈസ്മെൻറ്റ് നമ്മൾ സോഷ്യൽ മീഡിയയിലും അതുപോലെ ചെറിയ ഓൺലൈൻ മാധ്യമങ്ങളിലൊക്കെ എല്ലാവരുടെയും ശ്രദ്ധയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്തരം വിസകൾ എടുക്കുന്ന ആളുകൾ പിന്നീട് ഉണ്ടാവുന്ന അതിൻ്റെ പ്രത്യാഘാതങ്ങൾ വളരെ ഗുരുതരമാണെന്നാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ എക്സ്പീരിയൻസുകളിലൊക്കെ അനുഭവങ്ങളിലൊക്കെ മനസ്സിലാവുന്നത്. ജോലി തേടി വരുന്ന ഒരു വിഭാഗം ആളുകൾ, അതേപോലെ തന്നെ ഏജ് ഓവറായിട്ടുള്ള അച്ഛനെയും അമ്മനെയും നാട്ടിലേക്ക് കൊണ്ടുവരാൻ, ഇപ്പോൾ വീട്ടിലൊക്കെ അച്ഛൻ മരിച്ചു അമ്മ മാത്രം വീട്ടിലാവുന്ന അങ്ങനത്തെ ആളുകളൊക്കെ യുഎഇയിലേക്ക് കൺട്രീസിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് അവർക്കൊരു വിസ കിട്ടാനുള്ള ബുദ്ധിമുട്ട്, അവരെ എംപ്ലോയീസിന് സ്പോൺസർ ചെയ്യാൻ പറ്റിയ ഒരു സ്റ്റേജിലല്ലാത്തവരുണ്ടാവും. എന്ന് വെച്ചാൽ വലിയ സാലറികളൊക്കെ കാണിക്കേണ്ടത്, അത് കാണിക്കാൻ പറ്റാത്തവർക്ക് ഇത്തരത്തിലുള്ള വിസയാണ് അവർ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളിലെ തൊഴിലന്വേഷകരാണ് ഇത്തരത്തിലുള്ള പരസ്യങ്ങളിൽ വീഴുന്നത്. 5000 ദിർഹം മുതൽ മുകളിലേക്ക് ഇങ്ങനെ ഒരു വിസയ്ക്ക് വാങ്ങുന്നവരാണ് ഈ പരസ്യങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന കമ്പനികളിൽ അധികവും. ഒരു ജോലി ലഭിക്കാൻ എന്തും സഹിക്കാൻ തയ്യാറായി വരുന്ന ആളുകളാകട്ടെ ഇവരെന്തു പറഞ്ഞാലും മറുത്തൊന്നും പറയാതെ ഇവർക്കൊപ്പം നടക്കാനും തുടങ്ങും. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് രാജ്യത്തിലേക്ക് കുടിയേറി താമസിക്കാനുള്ള ഒരു നമ്മുടെ നാട്ടിലൊക്കെയുള്ള ആളുകളുടെ ഒരു ഒടുങ്ങാത്ത ആഗ്രഹത്തിൻ്റെ ഭാഗം ഇവിടെ വന്ന് ജോലികൾ കണ്ടെത്താനും അതുപോലെ സെറ്റിൽ ചെയ്യാനൊക്കെയുള്ള കാലതാമസവും ബുദ്ധിമുട്ടുകളൊക്കെ നേരിടുന്ന സമയത്ത് ഒരു വിസയ്ക്ക് 5000-6000 ദിർഹംസ് കൊടുത്ത് വാങ്ങിക്കാൻ അവർ ഫിനാൻഷ്യലി കേപ്പബിളാണ്. അപ്പം അവർ സ്വയം സെറ്റിൽഡ് ആവുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇത്തരം ഒരു ആവശ്യക്കാരുള്ളത്. കൂടുതലും യുവാക്കളാണ്, നാട്ടിലെ ജോലി തേടി വരുന്നവരാണ്. പ്രത്യേകിച്ച് ഇന്ത്യ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, ശ്രീലങ്ക ഒക്കെ തുടങ്ങിയ രാജ്യങ്ങളിലുള്ള ആളുകളാണ് ഇതിൻ്റെ കൂടുതൽ ആവശ്യക്കാരായിട്ടുള്ളത്. ഒറ്റ നോട്ടത്തിൽ ഇതിലെ പ്രശ്നങ്ങൾ തൊഴിലന്വേഷകന് മനസ്സിലാകില്ല എന്നതാണ് പ്രധാന സംഗതി. വിസയല്ലേ, പണം നൽകുന്നുണ്ടല്ലോ, വേറെയും ആളുകൾ ഇങ്ങനെ പണം നൽകുന്നുണ്ടല്ലോ എന്നെല്ലാം ചിന്തിച്ച് സ്വയം ആദ്യം സമാധാനിച്ച് പണം നൽകി വിസ സ്വന്തമാക്കും. എന്നാൽ കുറച്ച് കഴിയുമ്പോഴാണ് പ്രതിസന്ധി ഉടലെടുക്കുക. പക്ഷെ ഇവിടെ ഇവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഒന്ന്, ഈ വിഷയം ക്യാൻസൽ ചെയ്യുന്ന സമയത്ത്, അതല്ലെങ്കിൽ ഇത് വിസ റിന്യൂവൽ ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ഈ ഫ്രീലാൻസ് വിസ എടുത്ത ആളുകൾ ഇത് റിന്യൂ ചെയ്യാൻ വേണ്ടി അല്ല ക്യാൻസൽ ചെയ്യാൻ വേണ്ടി വന്നിരുന്ന സമയത്ത് ഈ കമ്പനി തന്നെ ഇല്ല. അപ്പോൾ ഇതിൻ്റെ ആളുകളൊന്നും ഇവിടെ ഇല്ല. അപ്പോൾ ഇവർക്കത് ഇതിൻ്റെ സ്പോൺസേഴ്സോ ബന്ധപ്പെട്ട ആളുകളോ ഈ വിസ ക്യാൻസൽ ചെയ്യാനോ എന്താ മാർഗം എന്ന് പോലും അറിയുന്നില്ല. അപ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി ഓവർ സ്റ്റേയിലേക്ക് വരികയാണ്. ഇതിൻ്റെ കാര്യങ്ങളും മറ്റും അന്വേഷിച്ച് നോക്കുന്ന സമയത്ത് അവിടെ ഷോപ്പ് ഈ വിസ വാങ്ങിച്ചിരിക്കുന്ന സ്ഥലത്ത് അടച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ അവിടെ മറ്റു വല്ല കമ്പനികളും പ്രവർത്തിക്കുന്നു.
ഇതിപ്പോൾ കഴിഞ്ഞ ദിവസവും ഇങ്ങനത്തെ കുറച്ച് ആളുകൾ ഇത്തരം പ്രശ്നങ്ങളുമായിട്ട് വന്നു. കൂടാതെ ഈ വിസ ക്യാൻസലേഷൻ നമുക്ക് മറ്റൊരു കമ്പനിയിൽ ജോലി കിട്ടി അതിലേക്ക് ഒരു വർക്ക് പെർമിറ്റ് അടിക്കുന്ന സമയത്ത് ഇവരുടെ അടുത്ത് നിന്ന് ഒരു NOC കിട്ടാൻ ഒന്നുകിൽ ഇതിൻ്റെ മാനേജറോ ഇതിൻ്റെ സ്പോൺസറോ ഇതിനെ ഓതറൈസ് സിഗ്നേറ്ററിയോ ഒന്നും കിട്ടുന്നില്ല. തീർന്നില്ല, മറ്റൊരു വലിയ പ്രശ്നത്തിലുള്ള സാധ്യതയും ഇത്തരം വിസകൾ എളുപ്പത്തിൽ എടുക്കുന്നവരെ തേടിയെത്തിയേക്കാം. കൃത്യമായി മനസ്സിലാക്കാതെ എടുത്തു ചാടുന്നവരാണ് കൂടുതലും ഈ പ്രശ്നങ്ങളിൽ പെടുന്നത്. നിരവധി ആളുകളാണ് ഈ അടുത്ത കാലത്ത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽപ്പെട്ട് എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്നത്. സാലറി ട്രാൻസ്ഫർ ചെയ്യാൻ പോലെ ഇവരെ മന്ത്ലി ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ഇവരുടെ ബാങ്ക് അക്കൗണ്ടും ATM കാർഡും ചില കമ്പനികൾ വാങ്ങി വെക്കുന്നു. അത്തരം ബാങ്ക് അക്കൗണ്ടും ATM അവർക്ക് കൊടുക്കുമ്പം നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നടക്കുന്ന വല്ല സസ്പീഷ്യസ് ട്രാൻസാക്ഷനും ചാൻസുകളുണ്ടാവും. അപ്പോൾ നമ്മൾ ഒരാൾക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ടും ATM കാർഡൊക്കെ കൊടുത്തിരിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന അതിൻ്റെ ഒരു പ്രത്യാഘാതം അനുഭവിക്കാൻ നമ്മൾ തയ്യാറാവും. അപ്പോൾ അതിലും ഇതേപോലെ 1-2 വിഷയങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായിട്ട് പറഞ്ഞു. ഇനി പ്രായമായവരാണെങ്കിൽ ഇവർക്ക് പാർട്ട്ണർ വിസ നൽകാമെന്ന് പറഞ്ഞാണ് ഇവരെത്തുക. മാതാപിതാക്കളെ സ്ഥിരമായി UAE നിർത്താമെന്നുള്ള ചിന്തയിൽ ഒന്നും നോക്കാതെ അത് സമ്മതിച്ചു നൽകും. ഇതിലും ശ്രദ്ധിക്കേണ്ട നിരവധി സംഗതികളുണ്ട്. ഇല്ലെങ്കിൽ പ്രിയപ്പെട്ടവർ നാളെ വലിയ നിയമക്കുരുക്കിലേക്ക് നടന്നു നീങ്ങുന്നത് പകച്ചു നോക്കി നിൽക്കേണ്ട അവസ്ഥയാണ് വന്നു ചേരുക. ഈ പാർട്ട്ണർ വിസ കൂടുതൽ ഏജ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് ലേബർ വിസ കിട്ടാൻ ബുദ്ധിമുട്ടായതിൻ്റെ പേരിൽ അവർ പാർട്ട്ണർ വിസയിലേക്ക് കടക്കും. അതായത് ഒരു ലൈസൻസ് വാങ്ങിച്ച് ആ ലൈസൻസിൽ 2 പാർട്ട്നേഴ്സിനെ ആഡ് ചെയ്യും. രണ്ടാമത്തെ പാർട്ട്നേഴ്സ് ഒരു അൺനോൺ പേഴ്സൺ ആയിരിക്കും. ഒന്നുകിൽ സെയിം നാഷണാലിറ്റി ഇന്ത്യക്കാരനാവാം, അല്ലെങ്കിൽ ബംഗ്ലാദേശോ ശ്രീലങ്കയോ പാകിസ്ഥാനോ മറ്റു അറബ് നാഷണൽസോ ഒക്കെ ആവാം. അപ്പോൾ അങ്ങനെ 2 പേര് കൂടി ഒരു ലൈസൻസ് എടുത്തിട്ട് ഈ 2 പേരുടെയും കൂടി പവർ ഓഫ് അറ്റോർണി ഈ വിസ ഇഷ്യൂ ചെയ്യുന്ന കമ്പനി വാങ്ങിച്ചു വെക്കുന്നു. അപ്പോൾ ഒരു കമ്പനിയും ഈ 2 പേരുടെയും കമ്പനിയുടെ പേരിലെ പവർ ഓഫ് അറ്റോർണി വാങ്ങിച്ചുകൊണ്ട് എന്ത് തരത്തിലുള്ള ട്രാൻസാക്ഷൻസും അവർക്ക് നടത്താം. ബാങ്കിൽ നിന്ന് ലോണുകൾ എടുക്കാം, അതുപോലെ കമ്പനിയിലെ ആക്ടിവിറ്റീസുകൾ. ഇതൊക്കെ നമുക്ക് ഫ്യൂച്ചറിലേക്ക് വലിയ അധികം പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കാവുന്ന ഒരു സിറ്റുവേഷനിലാണ് ഇപ്പം ഈ സംവിധാനത്തിൽ പോകുന്നത്. ഈ ആളുകളുടെ ഈ അറിവില്ലായ്മ കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളിലേക്കാണ് എത്തിച്ചേരുന്നത്. എല്ലായിടത്തും മുന്നിലെത്തുന്നവരുടെ അറിവില്ലായ്മയാണ് ഈ കമ്പനികളിൽ പലരും ചൂഷണം ചെയ്യുന്നത്. കുറഞ്ഞ കാലത്ത് മാത്രം മുന്നിലെത്തുന്നവയാണ് ഇത്തരം കമ്പനികൾ എന്നതാണ് പ്രധാന വസ്തുത. ഒരു പ്രശ്നത്തിൽ അകപ്പെടുമ്പോൾ അന്ന് വിസ തരാം എന്ന് പറഞ്ഞ് ചുറ്റിനുമെത്തിയ ആളുകളുടെ പൊടി പോലും കാണാനുണ്ടാകില്ല. ഇവരുടെ ക്യാൻസലേഷൻ സമയങ്ങളിൽ, അതല്ല ഇവരുടെ റിന്യൂവൽ സമയങ്ങളിൽ, പിന്നെ വർക്ക് പെർമിറ്റിയുടെ NOC സമയങ്ങളിൽ, പിന്നെ ബാങ്ക് അക്കൗണ്ട് നമ്മൾ മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്ന സമയങ്ങളിൽ, പിന്നെ പലപ്പോഴും എന്താവശ്യത്തിനും കമ്പനിയുടെ ഒരു പർപ്പസിനെ കോൺടാക്ട് ചെയ്യാൻ പലപ്പോഴും ഈ വിസ ഇഷ്യൂ ചെയ്തിരിക്കുന്ന കമ്പനികൾ നിലവിലില്ല. തൽക്കാലം ഫ്രണ്ടിലൊക്കെ നമ്മുടെ പരിചയമുള്ള ആളുകളൊക്കെ ആയിരിക്കും. ഒരു പ്രോബ്ലമായിട്ടുണ്ടായിരിക്കുന്ന സമയത്തേക്ക് വളരെ ലിമിറ്റഡ് പീരീഡിലാണ് ഈ കമ്പനികളൊക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. 6 months, 1 year, 2 year. അതിനിടയിൽ ഈ കമ്പനികളൊന്നും കാണുന്നില്ല. തൊഴിലന്വേഷകർ ഇനി എന്തു ചെയ്യണം? അതാണ് ഇനി അറിയേണ്ടത്. അതിനുള്ള ഉത്തരം ഇതാണ്. അന്വേഷിച്ച് പോകുന്ന ആളുകൾ അതത് രാജ്യത്തുള്ള ഇമിഗ്രേഷൻ റൂൾസ് ആൻഡ് റെഗുലേഷനെ കുറിച്ചൊരു ബേസിക് പരിജ്ഞാനം നേടുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു സൊല്യൂഷൻ. കാരണം അജ്ഞത കൊണ്ട് മാത്രം സംഭവിക്കുന്ന ഒരു പ്രോബ്ലമാണ്. അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായ ഏത് രാജ്യത്തേക്ക് പോവുകയാണെങ്കിലും ഒരു ഇമിഗ്രേഷൻ ബേസിക് റൂൾസ് നമ്മൾ നേടിയെടുക്കണം. ഇതിൽ ദ ബെസ്റ്റ് സൊല്യൂഷൻ ഒരു ജോലി കിട്ടുന്ന ഒരു കമ്പനിയുടെ ഒരു എക്സിസ്റ്റിംഗ് ഒരു ജോലി ലഭിക്കുന്ന ഒരു കമ്പനിയിൽ നിന്ന് ലഭിക്കുന്ന വിസ. അല്ലാത്ത പക്ഷം നമുക്ക് സ്വയം തൊഴിലുകൾ അറിയുന്ന ആളുകൾക്ക് അവരൊരു ലൈസൻസ് എടുത്ത് ആ ലൈസൻസിൽ അവർക്ക് സ്വന്തം വിസ അടിക്കാം. അതിന് സ്വന്തം വിസ അടിക്കാൻ അവർ ഫ്രണ്ട്സോ അല്ലെങ്കിൽ അവർ സുഹൃത്തുക്കളോ ഒരുമിച്ച് തുടങ്ങുന്ന കമ്പനിയിൽ അവർക്ക് ലൈസൻസും വിസയും ആക്കിക്കൊണ്ട് അവർക്ക് മുമ്പോട്ട് പോവാം. ഇനിയൊരു യാത്രയാണ്. UAEയുടെ ഇന്നലകളെ തൊട്ടറിഞ്ഞുള്ള ഒരു യാത്ര. അബുദാബിയിലെ സിർ ബനിയാസ് ഐലൻഡ് ഒരു അത്ഭുതമാണ്. അബുദാബിയുടെ തിരക്കുകളിൽ നിന്ന് ഒഴിഞ്ഞ് പ്രകൃതിയുടെ മടിത്തട്ടിലേക്കുള്ള സഞ്ചാരമാണ് സിർ ബനിയാസ് ദ്വീപിലേക്കുള്ള യാത്ര. പ്രകൃതിയെയും ഇന്നലകളെയും ഇഷ്ടപ്പെടുന്നവർക്ക് മനസ്സുകുളിർക്കുന്ന അനുഭവം സമ്മാനിക്കും ഈ യാത്രയുടെ ഓരോ നിമിഷങ്ങളും.
അബുദാബിയിലെ ആദ്യ നിവാസികളായ ബനിയാസ് ഗോത്രത്തിനോടുള്ള ബഹുമാനാർത്ഥമാണ് ഈ ദ്വീപിന് സർ ബനിയാസ് എന്ന നാമം നൽകിയത്. 1971 ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹ്യാനാണ് സർ ബനിയാസിനെ വന്യജീവി സംരക്ഷണ കേന്ദ്രമാക്കി മാറ്റിയത്. ഇന്ന് ഈ പ്രദേശം 10,000-കണക്കിന് മൃഗങ്ങൾക്കും പക്ഷികൾക്കും ആവാസ കേന്ദ്രമാണ്. UAE ഏറ്റവും വലിയ പ്രകൃതിദത്ത ദ്വീപുകളിലൊന്നായ സിർ ബനിയാസ് ദ്വീപ് അബുദാബിയുടെ തെക്കു പടിഞ്ഞാറായി 170 കിലോമീറ്റർ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. ബനിയാസ് ഗോത്രവർഗം അവർ പുറം ലോകവുമായിട്ട് ട്രേഡിംഗ് ആരംഭിച്ച ദ്വീപാണിത്. എസ്പെഷ്യലി അറിയാലോ, ഓയിലിൻ്റെ മുമ്പായിട്ട് ഇവരുടെ ഏക വരുമാനം പേൾ ട്രേഡിംഗ് ആയിരുന്നു. മരുഭൂമിയിൽ ജീവിച്ചിരുന്നവർ മത്സ്യബന്ധനത്തിനായിട്ട് കടലിലേക്ക് വരികയും കടലിൽ നടക്കുന്ന ഫിഷ് ഡൈവിങ്ങിനിടയിൽ അവർ ഓയിസ്റ്റേഴ്സിനെ കണ്ടെത്തുകയും ഓയിസ്റ്റേഴ്സിനുള്ളിൽ നിന്നാണ് അവർക്ക് പേൾ കിട്ടുന്നത്. ആ പേളാണ് അവർ പുറം ലോകവുമായിട്ട് അവർ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ട്രേഡ് ആരംഭിച്ച ഒരു ദ്വീപാണ് സിർ ബനിയാസ് എന്നുള്ളത്. UAE രാഷ്ട്രപിതാവ് ഷെയ്ഖ് സായിദിന്റെ സ്വകാര്യ ദ്വീപെന്നറിയപ്പെട്ടിരുന്ന സിർ ബനിയാസ് ദ്വീപ് ഇന്ന് പ്രകൃതിദത്ത വന്യജീവി സങ്കേതമാണ്. ആയിരക്കണക്കിന് മരങ്ങളും ആയിരക്കണക്കിന് വന്യജീവികളുമായി സഞ്ചാരികളെ മാടി വിളിക്കുകയാണ് ഈ ദ്വീപ്. അബുദാബിയിൽ നിന്ന് 250 കിലോമീറ്റർ ദൂരം യാത്ര ചെയ്ത് ജബൽദാനയിലെത്തിയാൽ അവിടെ നിന്ന് ബോട്ടിൽ ദ്വീപിലെത്താം. ഉല്ലാസയാത്ര മാത്രം നടത്താനും ദ്വീപിലെ ഹോട്ടലുകളിലും റിസോർട്ടുകളിലും താമസിക്കാനും മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നവർക്ക് മാത്രമാണ് ജബൽദാന ജെട്ടിയിൽ നിന്ന് സിർ ബനിയാസ് ദ്വീപിലേക്ക് പ്രവേശനം ലഭിക്കുക. ദ്വീപിലേക്കുള്ള കടൽ യാത്രയും അതിമനോഹരമാണ്. 17,000-ഓളം വന്യജീവികൾ സ്വതന്ത്രമായി വിഹരിക്കുന്ന ദ്വീപിലൂടെ തുറന്ന വാഹനത്തിലൂടെയുള്ള സഞ്ചാരം വ്യത്യസ്ത അനുഭൂതിയാണ് സമ്മാനിക്കുക. UAE തന്നെയും ഇത്രയും നല്ലൊരു സ്ഥലം ഉണ്ടെന്ന് മിക്ക ആൾക്കാർക്കും അറിയില്ല. അപ്പം ഇവിടെ വന്നാൽ മാത്രമേ അറിയുള്ളൂ എത്രത്തോളം ബ്യൂട്ടിഫുൾ ആണ്. നമുക്ക് കുറേ വെറൈറ്റി ആനിമൽസിനെ കാണാം, നല്ല ഗ്രീനിഷ് ബ്ലൂ ആയിട്ടുള്ള സീ കാണാം, കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്, ക്യാമ്പിംഗ് ഉണ്ട്, നല്ല അടിപൊളി ഫുഡുണ്ട്. ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള ഈ ദ്വീപ് അറേബ്യയിലെ തന്നെ ഏറ്റവും വലിയ വന്യജീവി സംരക്ഷണ കേന്ദ്രങ്ങളിൽ ഒന്നാണ്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഇവിടെ മനുഷ്യവാസം ഉണ്ടായിരുന്നതായി കരുതപ്പെടുന്നുണ്ട്. AD 600 സ്ഥാപിതമായ ഒരു ക്രൈസ്തവ സന്യാസ വിഹാര കേന്ദ്രത്തിന് തെളിവുകളും ഇവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്. സഞ്ചാരികൾക്കും ചരിത്രാന്വേഷികൾക്കും ഇതിൻ്റെ ഓരോ വിവരങ്ങളും ലളിതമായി മനസ്സിലാക്കി നൽകാൻ ഓരോന്നും കൃത്യമായി തന്നെ ഇവിടെ സജ്ജീകരിച്ചു വച്ചിട്ടുണ്ട്. നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അവർ മുന്നോട്ട് കൊണ്ടുപോവുക, അനിമൽസിനെ കാണിക്കാൻ വേണ്ടി അത്രയും നിന്ന് തരിക. ലൈക്ക് നമ്മൾ പറയുന്നതിനനുസരിച്ചിട്ട് അവർ എല്ലാ കാര്യങ്ങളും ചെയ്തു. അടിപൊളിയാണ്, നല്ല സർവീസാണ്. നമുക്ക് ഒരു എന്താ പറയുക, ഒരു എക്സ്ട്രീംലി സ്ട്രേഞ്ച് ആയ ഒരു ഫാമിലിക്ക് വരുന്ന പോലെ ഇല്ല. പിന്നെ വെറൈറ്റി ഓഫ് ആനിമൽസിനെ കാണാൻ പറ്റി. ഏറ്റവും എക്സൈറ്റിംഗ് ആയി തോന്നിയത് ജിറാഫാണ്. ജിറാഫിനൊക്കെ കുറച്ച് എന്താ പറയുക, വളരെ അടുത്തെന്ന് പറയാം, അങ്ങനെ കാണാൻ പറ്റി ഞങ്ങൾക്ക്. തുറന്ന വാഹനത്തിലുള്ള 2.5 മണിക്കൂർ നീളുന്ന സഫാരിയാണ് ഇവിടുത്തെ മുഖ്യ ആകർഷണം. അറേബ്യൻ ഒറിക്സ്, സൊമാലിയൻ ഒട്ടകപക്ഷി, ജിറാഫുകൾ, ചീറ്റ എന്നിവയെല്ലാം ഈ യാത്രയിൽ കാണാനാകും. ഈ കാണുന്ന മൃഗങ്ങളിൽ പലതും ഷെയ്ഖ് സയ്യിദിന് ഓരോ രാജ്യത്തെയും ഭരണാധികാരികൾ സമ്മാനമായി നൽകിയതാണ് എന്നതാണ് പ്രത്യേകത.
വംശനാശ ഭീഷണി നേരിടുന്ന വിവിധതരം ആന്റിലോപ്പുകളും അറേബ്യൻ ഓറിക്സിന്റെ ലോകത്തിലെ ഏറ്റവും വലിയ കൂട്ടവും ഇവിടെയുണ്ട്. ഒരു 50 വർഷം മുമ്പ് ഈ കാണുന്ന അബുദാബിയും ദുബായും ഒക്കെ വെറും മരുഭൂമി മാത്രമായിരുന്നു. ഓയിൽ കണ്ടെത്തിയോടുകൂടിയാണ് ഈ നഗരങ്ങൾ ഇത്രയും വലുതായത്. ഒരു കാലത്ത് പ്രകൃതിയോട് ഇണങ്ങി ജീവിച്ചവരാണ് ഇവിടുത്തെ ഗോത്രവർഗ്ഗങ്ങൾ. ആ പ്രകൃതിയിലേക്ക് നമ്മൾ തിരിച്ചു പോവുകയാണ് ഈ സെർബിനിയാസ് ഐലൻഡ് വിസിറ്റ് ചെയ്യുന്നതിലൂടെ. ലോകത്തെ വൺ ഓഫ് ദ സസ്റ്റൈനബിൾ വൈൽഡ് ലൈഫ് സാങ്ച്വറിയാണ് നമ്മുടെ സെർബിനിയാസിലുള്ളത്. ഇനി ഖത്തറിലേക്കാണ് യാത്ര. ഇവിടെയുള്ള അൽ മുംതസ് പാർക്കിൽ ഒരു പറ്റം മലയാളികൾ ആരോഗ്യ സംരക്ഷണത്തിന്റെ പുതിയ മാതൃക തീർക്കുകയാണ്. എന്താണെന്നല്ലേ കാണാം. ജോലി തിരക്കുകൾക്കിടയിൽ ആരോഗ്യം മറക്കുന്ന പ്രവാസികളെ ആരോഗ്യത്തോടെ ജീവിക്കാൻ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഒരു കൂട്ടം മലയാളികൾ ചേർന്ന് ഇത്തരമൊരു കൂട്ടായ്മയ്ക്ക് രൂപം നൽകിയത്. എന്തും ആവേശത്തോടെ തുടങ്ങിവെക്കുന്ന മലയാളികളുടെ പതിവ് ശീലങ്ങളെ മറികടന്ന് തുടർച്ചയായ പരിശീലനത്തിലൂടെ ജീവിതശൈലീ രോഗങ്ങളെ പ്രതിരോധിക്കുക എന്ന വലിയ ലക്ഷ്യത്തോടെയാണ് ഇവർ മുന്നോട്ടു പോകുന്നത്. കോവിഡ് മഹാമാരി മനുഷ്യനെ ഏകാഗിയാക്കി ഒറ്റമുറിയിലിരുത്തിയപ്പോൾ മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ എന്തു ചെയ്യാൻ കഴിയുമെന്ന ചിന്തയിൽ നിന്നാണ് ഇത്തരമൊരാശയം ഉണ്ടായതെന്ന് സംഘാടകർ തന്നെ പറയുന്നു. ഞാനിവിടെ വന്നിട്ട് ഒരു ഓൾമോസ്റ്റ് 2 months ആയി. എനിക്ക് ഒരു ദിവസം പോലും മിസ് ചെയ്യണമെന്നില്ല. ഇതിന് മുന്നേ ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ ഒരു വൈബ് എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നിട്ട് നമുക്ക് നാട്ടിലൊരു ഫീൽ തന്നെ തോന്നുന്നുണ്ട്. ഇത്രയും ആൾക്കാരും മലയാളീസും പിന്നെ ഇത് ഫ്രീ ആയിട്ട് നടക്കും. അവരുടെ ആ ഒരു എന്താ പറയുക, ആ ഒരു കൂട്ടായ്മ തന്നെ ഭയങ്കര അപ്രീഷിയേറ്റ് ചെയ്യുന്നതാണ്. പിന്നെ നമ്മളെ ട്രെയിനേഴ്സ് പറഞ്ഞാൽ സാധാരണക്കാരൊന്നുമല്ല, നല്ല എക്സ്പീരിയൻസ്ഡ് ആണ്, ഭയങ്കര ഫേമസ് ആണ്. അവരുടെ ഓരോ ടിപ്സും ഭയങ്കര എഫക്റ്റീവാണ്. പിന്നെ മോട്ടിവേഷൻ, നമുക്ക് NBTV നമുക്കൊരു മോട്ടിവേഷൻ സ്പീച്ചും തരാറുണ്ട് സാറ്. അതും നല്ല ഭയങ്കര മോട്ടിവേറ്റാണ്. നമുക്ക് അറിയാവുന്ന കാര്യമായിരിക്കും, ജസ്റ്റ് റിമൈൻഡർ ആണ്. വളരെ എൻജോയ് ചെയ്തിട്ടാണ് ഇത് പോണത്. വീട്ടിൽ നിന്ന് എല്ലാവരുമായിട്ടും ഒന്ന് ഇടപഴകാനും ഇതാക്കാനും കാണാനും എല്ലാം കൂടി കാണുമ്പോൾ നല്ലൊരു എൻജോയ്മെൻ്റാണ്. ഹാപ്പിയാണ്. അങ്ങനെ ഫിറ്റ്നസ് പരിശീലനത്തിൽ പ്രശസ്തരായ ട്രെയിനർമാരെയും സമാന ചിന്താഗതികൾ ഉള്ളവരെയും ഒരുമിച്ച് ചേർത്ത് ആർട്സ് ആൻഡ് വെൽനസ് എന്ന കൂട്ടായ്മയ്ക്ക് രൂപം നൽകി. 2020 സൂം വഴി തുടങ്ങിവെച്ച വ്യായാമ പരിശീലനം കോവിഡിനെ പിടിയയഞ്ഞപ്പോൾ പതുക്കെ തുറസായ പാർക്കുകളിലേക്ക് മാറി. ഇപ്പോൾ ദോഹ നഗരമധ്യത്തിലെ അൽ മുംതസ പാർക്കിൽ ആഴ്ചയിൽ 3 ദിവസം മുടങ്ങാതെ വ്യായാമ പരിശീലന പരിപാടികൾ നടക്കുന്നുണ്ട്. ആരോഗ്യകരമായ ജീവിതശൈലി പിന്തുടർന്നാൽ ശേഷിക്കുന്ന കാലം മരുന്നില്ലാതെ ആരോഗ്യത്തോടെ ജീവിക്കാമെന്നാണ് ഇവരുടെ ഭാഷ്യം. നമുക്ക് അറിയുന്ന കാര്യങ്ങൾ ബാക്കിയുള്ളവർക്ക് പകർന്നു കൊടുക്കുക എന്നൊരു ലക്ഷ്യമാണ് എനിക്കുള്ളത്. പിന്നെ ഇപ്പോഴത്തെ കാലത്ത് ആരോഗ്യം ശ്രദ്ധിക്കണം എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ നമ്മൾ നിലവിൽ ചെയ്തു വരുന്ന, നമ്മൾ കുറേ നാളായിട്ട് വർഷങ്ങളായിട്ട് ശീലിച്ചു വരുന്ന ചില കാര്യങ്ങൾ ബാക്കിയുള്ളവർക്ക് പങ്കുവെച്ച് കൊടുക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ് എന്നെ സംബന്ധിച്ച് എനിക്കുള്ളത്. പിന്നെ ബാക്കി ട്രെയിനേഴ്സും കൂടി പറയും അവരുടെ കാര്യങ്ങൾ. ശരിക്കും പറഞ്ഞാൽ ഈ മലയാളിയുടെ ഗുണമെന്ന് പറഞ്ഞാൽ ഭക്ഷണം ആണ് ഹാബിറ്റ് ഉള്ളത്. അപ്പോൾ ഇവരെ ഇതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ ഇതേപോലത്തെ ഒരു അവയർനെസ് സ്റ്റാർട്ട് ചെയ്തെങ്കിലേ പറ്റൂ. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന പറയുമ്പം ഈ ആരോഗ്യത്തിനെ കുറിച്ച് ശരിക്കും ഇവർക്ക് ഒരു ഇൻഫർമേഷൻ നമ്മൾ കൊടുത്തെങ്കിൽ മാത്രമേ ഇവർ ആരോഗ്യത്തിനെ കുറിച്ച് ശ്രദ്ധിക്കുള്ളൂ. അല്ലെങ്കിൽ ഏർലി ഡയബറ്റിക് സ്റ്റേജും അതേപോലെ തന്നെ പല ആരോഗ്യ പ്രശ്നങ്ങൾ നമ്മൾ തന്നെ ഹാർട്ട് അറ്റാക്ക് കുറേ ആൾക്കാർക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് മാറ്റം വരുന്നതാണെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ഇത്തരത്തിലൊരു സംഗതി ഞങ്ങൾ തുടങ്ങാനുണ്ടായ മുഖ്യമായ കാരണം, ഇവിടെ നമുക്കറിയാം ഒരുപാട് ബിസിനസ് പ്രൊഫഷണൽ വീട്ടമ്മമാർ പിന്നെ മറ്റു തരത്തിൽ ജോലി ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഇത് കഴിഞ്ഞാൽ പിന്നെ റിലാക്സ് ചെയ്യാനും എക്സസൈസ് ചെയ്യാനുമുള്ള മാർഗ്ഗങ്ങളില്ല. അവർ ജിമ്മിൽ പോകാനുള്ള സമയമില്ല, അല്ലെങ്കിൽ ജിമ്മിൽ പോകാനുള്ള സംവിധാനങ്ങളില്ല. അത്തരത്തിലുള്ളൊരു അവസ്ഥയിലാണ് ഞങ്ങൾ ആളുകൾക്ക് ഈ ഒരു അവയർനെസ് കൊടുക്കണം. അവരുടെ കായികക്ഷമത
വർദ്ധിപ്പിക്കണം, അതിലൂടെ അവരുടെ മെൻ്റൽ സ്റ്റെബിലിറ്റി ഉയർത്തണം എന്നൊക്കെയുള്ള ഉദ്ദേശത്തിലാണ് ഞങ്ങൾ മലയാളികൾക്ക് വേണ്ടിയിട്ടാണ് തുടങ്ങിയത് ആക്ച്വലി. പിന്നീട് സ്വാഭാവികമായിട്ടും മറ്റുള്ള സംസ്ഥാനത്തിലുള്ള ആളുകൾ, ഈവൻ പല രാജ്യക്കാരും ഉണ്ട്. നമ്മൾ മറ്റ് സംസ്ഥാനങ്ങൾ, തമിഴ്, മഹാരാഷ്ട്ര ഇതൊക്കെ കടന്നിട്ട് പിന്നെ ഇവൻ ബംഗ്ലാദേശുകാർ, പാകിസ്ഥാനികൾ, കെനിയക്കാർ, നമ്മുടെ ട്രെയിനറായിട്ടുള്ള അബാദി ഈസ് ഫ്രം സൗദി അറേബ്യ. അപ്പോൾ അതുപോലെ പല രാജ്യക്കാരും ഒക്കെ വരുന്നുണ്ട്. ആളുകൾക്കൊക്കെ വളരെ എൻജോയ് ചെയ്ത് റിലാക്സ് ചെയ്ത് തികച്ചും ഫ്രീ ആയിട്ട് എക്സസൈസ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു സംവിധാനം ആർട്ട് ആൻഡ് വെൽനസ് സൊസൈറ്റി എന്ന ഞങ്ങളുടെ സംഘടന നൽകുന്നത്. ശനി, തിങ്കൾ, ബുധൻ ദിവസങ്ങളിൽ വൈകിട്ട് 7:30 മുതൽ 8:30 വരെ പ്രശസ്തരായ പരിശീലകരുടെ കീഴിൽ മുടങ്ങാതെ നടത്തിവരുന്ന ഫിറ്റ്നസ് പരിപാടിയിൽ പങ്കെടുക്കാൻ വീട്ടമ്മമാർ മുതൽ കുട്ടികൾ വരെ എത്താറുണ്ട്. തികച്ചും ശാസ്ത്രീയമായ വ്യായാമ മുറകൾക്കൊപ്പം സൂംബ നൃത്തവും കുങ്ഫുവും മറ്റ് വിവിധതരം പരിശീലനങ്ങളും ഇവർ സംഘടിപ്പിക്കുന്നുണ്ട്. I joined in since 3 months. It's very nice. Regularly we participate. I am practicing since yoga also since 13 years. Health is good. 2020 തുടങ്ങിയ ആർട്സ് ആൻഡ് വെൽനസ് 3-ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ 700ഓളം സ്ഥിരം അംഗങ്ങളും ദിവസവും 50 മുതൽ 70 ആളുകൾ വരെ ഈ സൗജന്യ സേവനം പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. പതിവ് വ്യായാമത്തിനോ ജിമ്മിൽ പോകാനോ സൗകര്യമില്ലാത്ത ഏവർക്കും ഈ സൗജന്യ സേവനം പ്രയോജനപ്പെടുത്താമെന്നത് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇവിടെ മുന്തസ പാർക്കിൽ 100 ദിവസം കംപ്ലീറ്റ് ആയി. നമ്മൾ വേൾഡ് റെക്കോർഡ് ഹോൾഡർ ഷെഫീഖ് സാറാണ് നമ്മളെ നയിക്കുന്നത്. എനിക്ക് ഏകദേശം ഷെഫീഖ് സാറിൻ്റെ കൂടെ ഏകദേശം 91 കിലോ ഉണ്ടായിരുന്നു. ഞാൻ ഇപ്പോൾ ഈ കഴിഞ്ഞ 4-5 മാസം കൊണ്ട് അത് 81ലേക്ക് എത്തിക്കാൻ പറ്റി. തികച്ചും സൗജന്യമായിട്ടാണ് നമുക്ക് ട്രെയിനിങ് തരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും താല്പര്യമുള്ളവർക്ക് വരാം, ഇവിടെ പങ്കെടുക്കാം. കൂടെ ആരോഗ്യത്തോടെ ജീവിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഇവിടുന്ന് കിട്ടും. ഇവിടെ സാധാരണ എല്ലാ പ്രവാസികളും മൊബൈലും എടുത്ത് റൂമിലിരിക്കാറാണ് പതിവ്. പക്ഷേ അതിലും തികച്ചും വിപരീതമായിട്ട് നമുക്ക് ഓഫീസ് കഴിഞ്ഞ് ഒന്ന് റിലാക്സ് ആയി കഴിഞ്ഞ് ഒരു വൈകുന്നേരം 7 മണിക്ക് 7:30 ആകുമ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ വളരെ നല്ലൊരു വർക്കൗട്ട് സെഷനാണ് ഇവർ തരുന്നത്. ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ട് ഈ ഒരു 100 ഡേയ്സ് ഞാൻ ഇങ്ങോട്ട് വരും എന്നുള്ളത്. പക്ഷേ ഇതിൻ്റെ ഒരു കോർഡിനേഷനും ഇതൊരു ഗാദറിങ് പോലെയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഒരു വീക്കിലി ഒരു 3 ടൈംസ് നമ്മൾ ഇവിടെ വരാം. പിന്നെ ഓട്ടോമാറ്റിക്കലി ഇപ്പോൾ ഒരു ദിവസം വന്നിട്ടില്ലെങ്കിൽ നമ്മൾ ചോദിക്കും, എടാ ഇന്ന് എന്തായിരുന്നു എടുത്തിരുന്നത് ജസ്റ്റ്. ഇപ്പം ഞാൻ വന്നപ്പോൾ തന്നെ എൻ്റെ റൂമിൽ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് എൻ്റയർലി ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ നമ്മളെ ഫ്രണ്ട്സ് പറഞ്ഞ പോലെ ജസ്റ്റ് ജോലി കഴിഞ്ഞിട്ട് ഒരു മൊബൈലിൽ ഇരിക്കണതിനെക്കാട്ടി നല്ലത് നമ്മൾ ഇത്തിരി വർക്കൗട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മൊത്തത്തിൽ ഇപ്പോൾ നമ്മൾ വർക്കിൻ്റെ ഒരു സ്ട്രെസ്സും ഇതെല്ലാം മാറി കിട്ടും. പൊതുവേ നമുക്ക് വേറൊരു ദിവസം നെക്സ്റ്റ് ഡേ മോർണിംഗിൽ എണീക്കുമ്പോൾ തന്നെ ആ ഒരു ഫ്രഷ്നെസ് നമുക്ക് കിട്ടും. തുടക്കത്തിൽ മലയാളികൾ മാത്രം ഉപയോഗപ്പെടുത്തിയിരുന്ന ഈ പരിശീലന പരിപാടിയിൽ പങ്കെടുക്കാൻ ഇപ്പോൾ മലയാളികളല്ലാത്ത മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരും വിദേശികളും വരെ എത്തുന്നതായി സംഘാടകർ പറയുന്നുണ്ട്. മറ്റുള്ളവരുടെ ആരോഗ്യ സംരക്ഷണത്തിന് ഇവർ നൽകുന്ന പ്രാധാന്യവും അർപ്പണബോധവും മനസ്സിലാക്കിയിട്ടാകണം സൗദി പൗരനും ഫിറ്റ്നസ് ട്രെയിനറുമായ അബദിയും പരിശീലകനായി ഇപ്പോൾ ഇവർക്കൊപ്പമുണ്ട്. എന്തായാലും മറുനാട്ടിലെത്തി വിയർപ്പൊഴുക്കി പ്രിയപ്പെട്ടവരെ ചേർത്ത് പിടിക്കുന്നതിനിടെ പലതരം അസുഖങ്ങളാൽ കാലിടറി വീഴുന്നവർക്ക് ഈ കൂട്ടായ്മ നൽകുന്ന സന്ദേശം നിസ്സാരമല്ല. ചുവരുണ്ടെങ്കിലേ ചിത്രമെഴുതാൻ കഴിയൂ എന്ന നാടൻ പഴമൊഴി വിശ്വസിക്കുന്നവർക്ക് ആർട്സ് ആൻഡ് വെൽനസ് എന്ന ഈ കൂട്ടായ്മ വലിയ പ്രതീക്ഷയാണ്. അറേബ്യൻ ദിസ് വീക്കിന്റെ ഈ ഒരു അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. അറേബ്യൻ നാടുകളിലെ കൂടുതൽ കൗതുക കാഴ്ചകളും വിശേഷങ്ങളുമായി അറേബ്യൻ ദിസ് വീക്ക് അടുത്തയാഴ്ച ഇതേ സമയം ഇതേ ദിവസം. നമസ്കാരം.